നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പാലക്കാട് RD ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ ആചരിച്ചു. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ ഇനി പൂരലഹരിയിലേക്ക്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പൂരം പന്തലിനെ കാൽനാട്ടി. അനിശ്ചിതത്വങ്ങൾക്ക് ഇടം നൽകാത്ത രീതിയിൽ പൂരം നടത്തുമെന്ന് ഭാരവാഹികൾ. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പോലീസ് പിടിയിൽ. കലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തയ്യാറാകാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ ആനകളെ എത്തിച്ചു നൽകാത്തതിനാൽ പൂരം മുടങ്ങിയതിനെ തുടർന്നാണ് പ്രതിഷേധം. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ അത്തം കൊടിക്കുത്ത് ഉത്സവത്തിന് ആനകളെ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. ചേലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി 19 വയസ്സുള്ള ഷാനുബിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെങ്ങാനല്ലൂർ പെരുമ്പാവൂർ വീട്ടിൽ വിപിൻ, പാലേരി വീട്ടിൽ പ്രദീപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത മണത്തല പള്ളിക്ക് സമീപം മരത്തടികൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വേലൂർ നടുവിലങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. കാർ ഭാഗികമായി തകരുകയും വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൊഴിൽ സംവരണം അനുവദിക്കുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TF ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ച് സ്വർണ്ണവില. പവന് 760 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 70,520 രൂപയാണ്. ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. കടങ്ങോട് വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. ചെപ്പാറയിൽ CPM-ൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക കുടുംബം കൃഷിഭൂമിയിൽ നിരാഹാരം തുടങ്ങി. വടക്കേടത്ത് ചിറയിൽ ജോസഫിന്റെ കുടുംബമാണ് പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും, വ്യാകുലമാതാ ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ മാർത്താ മറിയം വലിയ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 108 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റീൽ മേശകളും കസേരകളും സൗജന്യമായി നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. തിരുവില്ലാമലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം വ്യാപകമായി പാഴാകുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. പാഞ്ചജന്യം ഭാരതം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം ഈ മാസം 27, 28 തീയതികളിൽ സംഘടിപ്പിക്കും. 28-ന് ശ്രീശങ്കര ഹാളിൽ നടക്കുന്ന ഹിന്ദു മഹാസംഗമം ഇന്ത്യ ജനറൽ ഓഫ് അറ്റോർണി R വെങ്കിടരമണി ഉദ്ഘാടനം ചെയ്യും. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു.
ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. MDMAയുമായി വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹാമദ് മഖാമയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചെപ്പാറയിൽ സമരം നടത്തുന്ന കുടുംബത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപൻ, DCC ജനറൽ സെക്രട്ടറി NR സതീശൻ തുടങ്ങിയവർ സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണം പൂർത്തിയായി. നേർച്ചഊട്ടിന്റെ വെഞ്ചിരിപ്പ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ പതാക ഉയർത്തി. ശിങ്കാരിമേളം, ദഫ്മുട്ട് എന്നീ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 3 പീടിക ടൗണിൽ വിളംബര റാലി നടത്തി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് അടിയന്തരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ജോൺസൺ ഐനിക്കൽ, ആന്റണി തട്ടൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേശത്തിന്റെ നടുവിലാലിലെയും നായ്ക്കനാലിലെയും പന്തലുകളുടെ കാൽനാട്ടുകർമ്മം 25-ന് നടക്കും. തൃശൂർ പൂരത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് ദേവസ്വം ഭാരവാഹികൾ. തനിച്ചു താമസിക്കുന്ന വയോധികന്റെ 2 ദിവസം പഴക്കം ചെന്ന മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. ആറ്റൂർ മേലെ വെട്ടിക്കാട്ടിരി കുന്നുമ്മൽ വീട്ടിൽ 56 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. തൃശൂർ ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി ഒരുക്കിയ അവധിക്കാല ക്യാമ്പ് അതിഥിയായി ആനയെത്തി. തിരുവമ്പാടി ലക്ഷ്മിയാണ് അതിഥിയായി എത്തിയത്. മതിലകം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കലാമേള സംഘടിപ്പിച്ചു. OLF GHS സ്കൂളിൽ നടന്ന കലാമേള മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. അന്നഗ്ര GLP സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം കുട്ടികൾക്ക് തുറന്നു നൽകി. MLA മുരളി പെരുന്നെല്ലി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് അധ്യാപകർക്ക് പരിശീലന ക്ലാസ് നൽകി. മുള്ളൂർക്കര ആറ്റൂർ നൂറുൽ ഉലു മദ്രസയിൽ നടന്ന ശില്പശാല ആറ്റൂർ മഹൽ ഖത്തീബ് CK ഉമർ അൻവരി ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പ്രസ് ഫോറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2ാം ഘട്ട സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണം നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. എടത്തുരുത്തി കല്ലുംകടവ് സ്വദേശി ഷജീർ, വലപ്പാട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഐസ്ക്രീമിൽ പാൻ മസാല കലർത്തി വിൽപ്പന നടത്തുന്നതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തി. മുല്ലശ്ശേരി മേഖലയിൽ ഇരുചക്രവാഹനങ്ങളിൽ ഐസ്ക്രീം വിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.